തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസിനോടും കോടതിയോടൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഈ ഒളിക്യാമറ എന്ന വാക്കൊക്കെ ഈ തലയ്ക്ക് വിളി കൊണ്ടോടാ ഇവനൊക്കെ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പേര് പരാമർശിച്ചതിൽ ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റമില്ലാതാകില്ലെന്ന് ഹൈക്കോടതി. എല്ലാവർക്കും നമസ്കാരം. ദിലീപ് കേസുമായി മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. റീമ കല്ലിങ്ങലിന് ഇതിലെന്താണ് പങ്ക് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം പൾസർ സുനി ഈ റീമ കല്ലിങ്ങലിന്റെ പേരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ ഒളിക്യാമറയിലാണ് എടുത്തതെന്നാണ് പറയുന്നത്. ഒളിക്യാമറയ്ക്ക് ഇത്രയും അപ്ഡേറ്റ് ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാത്തതാണെങ്കിൽ എന്റെ തെറ്റ് എന്നങ്ങ് കൂട്ടിക്കോ. ഇത്രയും ക്ലാരിറ്റിയോടെ, ഇത്രയും നല്ല മികവോടെ ഈ സെറ്റപ്പിലാണ് എടുക്കുന്ന ഒളിക്യാമറ. അടുത്ത് നിന്നുകൊണ്ട്, ക്ലോസപ്പിൽ നിന്നുകൊണ്ട് ഈ സെറ്റപ്പിലാണ് ഒളിക്യാമറ എടുക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ എടുക്കുന്ന ഒളിക്യാമറയിലാണ്, ആരും അറിയണ്ട, ഞാൻ എടുക്കുകയാണ്, നിങ്ങൾ എടുക്കുന്നതായിട്ട് കണ്ടതായിട്ട് ഭവിക്കേണ്ട എന്നുള്ള രീതിയിൽ എടുത്തതുപോലെയാണ് എനിക്ക് ആ ഒളിക്യാമറ ഷൂട്ടിങ് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇങ്ങനെയാണ് ഒളിക്യാമറ ഷൂട്ടിംഗ് നടത്തുന്നതെങ്കിൽ ഇതിനൊക്കെ ഒരു അവാർഡ് തന്നെ കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പൾസർ സുനിയുടെ ഒളിക്യാമറ പ്രതികരണത്തിന് ശേഷം ഈ സംഭവം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് വേറൊരു വഴിത്തിരിവിലേക്ക് സംഭവം പോവുകയാണ്. അതുപോലെ നടിയെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിന്റെ വശം കേൾക്കണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ദിലീപിന് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അതവിടെ നിൽക്കട്ടെ. ആദ്യം ഈ ഒരു കേസ് അത്യാവശ്യം തീരാറായ സമയത്താണ് ഇങ്ങനെ ഒരു പുതിയ വഴിത്തിരിവ് എത്തുന്നത്. ഒരിക്കലും ഇതൊരു ഒളിക്യാമറയിൽ എടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നിങ്ങൾക്കും തോന്നാൻ സാധ്യത ഒന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഒളിക്യാമറയിൽ എടുത്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിന് അനുകൂലമായിട്ടാണ് കോടതിയിൽ നിൽക്കുന്നത്. കാരണം തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പൾസർ സുനി ഇങ്ങനെ ഒരു സാധനം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് വീണ്ടും ചർച്ചാ വിഷയമാവും, വേറെ വഴിത്തിരിവിലോട്ട് പോകും. ദിലീപ് 1.5 കോടി കൊടുത്തെന്നും അതിൽ ഇനി 80 ലക്ഷം കൊടുക്കാനുണ്ടെന്നൊക്കെ പൾസർ സുനി എന്ന് പറയുമ്പോൾ എന്റെ കിളിയാണ് സത്യം പറഞ്ഞു. 1.5 കോടിയാടാ ഈ ഒരു നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് 1.5 കോടി ഇവന് കൊടുത്തെങ്കിൽ, അതും ആ സമയത്ത് 7 വർഷം മുന്നേ. നിങ്ങളൊന്ന് ആലോചിച്ചു, 1.5 കോടിയുടെ അന്നത്തെ റേഞ്ച് റാറ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. 1.5 കോടിയൊക്കെ 7 വർഷം മുന്നേ ഏത് ലെവലായിരുന്നു. ഇപ്പോഴും മാറ്റമൊന്നുമില്ല, ഹൈ ലെവൽ തന്നെയാണ്. അന്ന് ആ 7 വർഷം മുന്നേ ഇവനൊക്കെ 1.5 കോടി എടുത്ത് കൊടുക്കണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ. അതിൽ 80 ലക്ഷം എനിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ ദിലീപേട്ട കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്ത് തീർത്തേക്ക് അല്ല എന്ത് പറയാം. ഇനി ക്രൈംബ്രാഞ്ച് ഈ കേസ് വീണ്ടും ഏറ്റെടുത്ത് അന്വേഷണവും കാര്യങ്ങളും തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്ന. റിപ്പോർട്ടറിൽ തന്നെ വന്നത് കേട്ടുപോകാം. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി റിപ്പോർട്ടറിനോട് നടത്തിയ വെളിപ്പെടുത്തൽ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച്. തുടർ നടപടിക്കുള്ള സാധ്യതകളാണ് പരിശോധിക്കുക. റിപ്പോർട്ടർ പുറത്തുവിട്ട. നിങ്ങൾ കേട്ടോ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ ആദ്യം ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വിടുന്നത് ഒളിക്യാമറയിൽ എടുത്ത സാധനം എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോ പറയുന്നു പൾസർ സുനി റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ വെളിപ്പെടുത്തൽ. അപ്പം വെളിപ്പെടുത്തലായിരുന്ന അതാ ഒളിക്യാമറ ആയിരുന്ന ഏതാണെന്ന മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ, ഇടയിൽ കേട്ടപ്പോ പറഞ്ഞതാ. ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കും. നിയമോപദേശം തേടാനും തീരുമാനം. ഡിവൈഎസ്പി ബൈജു പൗലൂസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഉടൻ യോഗം ചേരും. നടിയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. റോഷിപ്പാൽ അങ്ങനെ ആ വാർത്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റിലേക്ക് പോകുന്നു. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത പ്രോസിക്യൂഷന്റെ മൊഴികളെ സാധൂകരിക്കുന്ന വാർത്തയാണെങ്കിലും അതിലും കൂടുതൽ തെളിവുകൾ നമ്മളുടെ ഒളിക്യാമറയിൽ പൾസർ സുനി വെളിപ്പെടുത്തുന്നു. ആ വിവരങ്ങൾ കൂടി അന്വേഷിക്കാനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ഡോക്ടർ അരുൺകുമാർ, നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV ഒളിക്യാമറയിൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൽ ചില പരിശോധനകൾ നടത്തേണ്ട സാഹചര്യം വന്നത് നേരത്തെ പോലീസ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴിയാണ് കോടതിയിൽ പൾസർ സുനി നൽകിയത്. പ്രത്യേകിച്ച് ഈ കൊട്ടേഷൻ ബലാത്സംഗമെന്ന് പോലീസ് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ കോടതിയിൽ പൾസർ സുനി തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ഈ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനും ഒരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന്റെയൊക്കെ വ്യക്തമായ ഉത്തരം പൾസർ സുനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, ആ കൊട്ടേഷൻ നൽകിയത് ഈ കേസിൽ 8-ാം പ്രതിയായ നടൻ ദിലീപ്. അത് വിശദമായി പരിശോധിക്കേണ്ടി വരും, അതിന്റെ തുടർ നിയമ സാധ്യത. അതിനപ്പുറത്തേക്ക് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട മൊബൈൽ ഫോണും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും ആ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച യഥാർത്ഥ മെമ്മറി കാർഡും ഇത് എവിടെയാണെന്ന് കൃത്യമായി അറിയാമെന്ന സൂചനകൾ പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് ആ സംസാരത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, കണ്ടെത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. ഈ പൾസർ സുനിക്ക് അറിയാമെങ്കിൽ ഇവനെ പിടിച്ച് ഇങ്ങനെ ഇരുത്തി തലോടിത്ത് അടവി അല്ല ചോദ്യം ചെയ്യേണ്ട, പിടി ഇടിക്കണവന്.
അവൻ അത്രയ്ക്ക് അങ്ങ് അറിയെങ്കിൽ അവൻ പറയണം, ഇടിച്ചു നൂത്തിട്ടായാലും അവനെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഒളിക്യാമറയിൽ എടുത്തതെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല. അല്ലാണ്ട് സമ്മതത്തോടെ എടുത്ത ഒരു സാധനമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പുറത്ത് ഒരുത്തം വന്നൊന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റത്തില്ലേ? ആ ഒരു സെറ്റപ്പിലാണ് അത് നിൽക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും അത് ഒളിക്യാമറ എന്നൊന്നും ഒരു കാരണവശാലും പറയത്തില്ല. ഒളിക്യാമറയിൽ ഇത്രയും HD മികവോടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാരാറ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. അഖിൽ മാരാറെ, അത് ഒളിക്യാമറ. ഈ ഒളിക്യാമറ എന്ന വാക്കൊക്കെ ഈ തലയ്ക്ക് വിളി കൊണ്ടോടാ ഇവനൊക്കെ. ഇത് ഏത് കാലത്തെ വാചകമാണ് ഈ ഒളിക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ? ഇന്ന് ഏത് മുക്കിലും മൂലയും നടന്നു കഴിഞ്ഞാൽ CCTVയുടെയും ക്യാമറ വലയത്തിലും പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ റോഷിപാൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ പോയിരുന്നിട്ട് ബൈറ്റ് എടുത്തിട്ട് റോഷിന്ന് വിളിച്ച് മറ്റവൻ സംസാരിക്കുക. അറിഞ്ഞുകൂടാത്ത ആരുമല്ല. എന്നിട്ട് ഏതാ ഇവൻ പറയുന്ന വ്യക്തമാണേ. ഇപ്പൊ നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ എടുക്കുന്നുണ്ട്, ഇത് ഇപ്പുറത്ത് നിന്ന് ഒരുത്തന്നെ കണ്ടൂടെ? അല്ലെ ഞാനിപ്പോ ഇവനോട് മാത്രം സംസാരിക്കുന്നു, വേറൊരുത്തൻ ക്യാമറ എടുക്കുന്നു, ഇത് എനിക്ക് കണ്ടൂടെ? ഇവർ ഇപ്പുറത്തിരുന്ന് സാമാനം പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള കാര്യം. അതായത് ഇത്രയും വൃത്തികെട്ട നാറിയ മനസ്സിന്റെ ഉടമകളാണ് ഇവരെന്നുള്ളതിൽ എന്റെ തെളിവ്. അയാൾക്ക് അനുകൂലമായ കോടതി വിധി വരാൻ പോകുന്നു എന്ന് കണ്ട നിമിഷം കുറെ കിടന്ന് പൊങ്ങിയതാണല്ലോ. ഇത് വിഷയത്തിന്റെ ശരിതെറ്റുകൾ കോടതി പറയട്ടെ, ഇയാളെ അങ്ങ് തൂക്കിക്കൊന്നോട്ടെ, ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഇവൻ പറയുന്നതിനകത്ത് ചില വിവരക്കേടുകളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനതയ്ക്കുണ്ട്. ശരിയെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഉള്ള കാര്യമാണ്. ഇവിടെ ദിലീപ് കുറ്റക്കാരനോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇങ്ങനെ ഒരു നാടകം ഇപ്പൊ ഇറക്കിയതാണ് ഇവിടെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. അത് ദിലീപായാലും ഏതൊരു വ്യക്തിയായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. പിന്നെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു, പൾസർ സുനി ചെയ്തെന്നുമാണ് പറയുന്നത്. ഈ ചെയ്തവൻ ഇങ്ങനെ അങ്ങ് വരവി നടക്കുകയാണ്, ഗുണ്ടയാണ്. അവൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ചില്ലായിട്ട് മരത്തിന്റെ മൂട്ടിൽ നിന്ന് ഒളിക്യാമറയിലൊക്കെ പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുവാടാ നടക്കുന്നത്? ഇവനൊക്കെ ഇങ്ങനെയാണ് സംസാരിച്ച് ഡീൽ ചെയ്യേണ്ടത്. ഒരു നടിയെ പീഡിപ്പിച്ച ഒരുത്തനാണ്, അവൻ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. അതിന് കൊട്ടേഷൻ ദിലീപ് കൊടുത്തെന്നാണ് പറയുന്നത്. 1.5 കോടി കൊടുത്തെന്നാണ് പറയുന്നത്. ഓക്കെ, ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തക്കതായ നടപടി വന്ന് ദിലീപും ശിക്ഷിക്കപ്പെടണം. അല്ലാണ്ട് ദിലീപ് ഇവിടെ സേഫ് ആവേണ്ട ഒരു കാര്യമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മറിച്ച് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് കാര്യം അറിയാമല്ലോ. എന്തായാലും മാരാർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. ഇവനൊക്കെ ഇങ്ങനെ എടുക്കുന്നതിന് ഒളിക്യാമറയാക്കി പറയുന്നതാണ് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്തത്. ഇനി പൾസർ സുനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യം പറയുന്നത് ഞാനൊന്ന് ജസ്റ്റ് കൊടുക്കാം. നിങ്ങൾ നോക്കണം ഇത് ഒളിക്യാമറ ആണോ അല്ലേ എന്ന്. സുനി ഈ മെമ്മറി കാർഡ് ആർക്കാ ഏൽപ്പിച്ച് എങ്ങനെ പോലീസ് മെമ്മറി കാർഡ്? അതവിടെ ഏൽപ്പിച്ച വക്കീൽ വഴി കൊടുത്തു. വക്കീൽ പോലീസ് അത് ഇതല്ല, അത് കോപ്പിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തായോ? പേടിയുണ്ടോ? അല്ല, ചോദ്യോടെ എഴുതി വെച്ചേ. അപ്പോൾ ഷൂട്ട് ചെയ്ത മൊബൈൽ ആർക്കാണ് കൊടുത്തത്? അത് അവിടെ അത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്. അത് വെട്ടിയാരാണ്. ഈ വക്കീലുള്ളപ്പോൾ നമ്മൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്യാൻ നോക്കിയത്. അപ്പൊ തന്നെ ഈ വക്കീൽ ഇരിപ്പിക്കാതെ എണീറ്റ് പോടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സത്യമുള്ള കാര്യം പറയാം. സിബിന്റെ അകത്താടെ ഒളിക്യാമറ വെച്ചിരുന്നത് നല്ല പെർഫെക്ഷൻ. അതുകൊണ്ട് ചോദിച്ചത് ഇത്ര പെർഫെക്ഷനോടെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒളിക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് നയിച്ചാടെ ഞാനും എടുക്കട്ടെ വല്ലതും ഒക്കെ. പൊളി ഒളിക്യാമറ പോലും കണ്ടോണ്ടിരിക്കണമാര് പൊട്ടന്മാരല്ല. മൈക്ക് പോലും ഇല്ല, സൗണ്ട് വരെ അത്രയും ക്ലാരിറ്റിയിൽ കിട്ടുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഏത് ഒളിക്യാമറ എന്ന്. അത്രയ്ക്ക് മികവോടെ ഇറക്കിയ ഒളിക്യാമറ ആരടാ, ഏത് കമ്പനിയാണ് അത് ഇറക്കിയത്? പിന്നെ ഇവൻ റീമ കല്ലിങ്ങലിന്റെ പേരെടുത്തിടുന്നുണ്ട്. റീമ കല്ലിങ്ങലിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പങ്ക്? ഇവൻ പേരെടുത്തിടുന്നുണ്ട്. ആദ്യം അതൊന്നും കൊടുക്കാം. ആരും പറയില്ലെന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ആരും കൊണ്ടില്ല. നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കൊരു അറിയേണ്ട റീമയൊക്കെ പറയുമ്പോൾ റീമ കല്ലിങ്ങലിന്റെ പേര് ഒരു കാര്യമില്ലാതെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. എന്തായാലും റീമയ്ക്ക് എന്താണ് ഈ കേസിൽ പങ്കെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? റീമ ദിലീപിന്റെ വശത്താണോ നടിയുടെ വശത്താണോ എന്താണെന്ന് നമുക്ക് പഴയൊരു ന്യൂസ് കണ്ടു നോക്കാം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പേര് പരാമർശിച്ചതിൽ ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റമില്ലാതാകില്ലെന്ന ഹൈക്കോടതി പരാമർശം പോലീസിനെയും വെട്ടിലാക്കുന്നു. നടിയുടെ പേരുൾപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട റിമ കല്ലിങ്കലിനെതിരെ കേസെടുക്കാത്തതാണ് പോലീസിന് വിനയായത്. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരയായ നടിയുടെ പേര് പരാമർശിച്ചതിൽ അജു വർഗീസിനെതിരെ കേസെടുത്ത നടപടി സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ പോലീസിന് വിനയായത്. നേരത്തെ സമാനമായ കുറ്റം ചെയ്ത റീമ കല്ലിങ്ങിനെതിരെ ഇതുവരെ നടപടിയെടുക്കാത്തത് പോലീസിനെയും വിട്ടിലാക്കി. ഇരയ്ക്ക് പരാതിയില്ലെന്ന് എഴുതി നൽകിയ കത്ത് ഹാജരാക്കിയായിരുന്നു റീമ അന്ന് കേസിൽ നിന്നും തലയൂരിയത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം നടി ഇറക്കിയ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടപ്പോഴായിരുന്നു റീമയ്ക്ക് അബദ്ധം പിണഞ്ഞത്.
പിന്നീട് പേര് മാറ്റിയെങ്കിലും അബ്ദുള്ള സയണി എന്നയാൾ ബിനാനിപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അജു വർഗീസും ഇരയുമായി ഒത്തീർപ്പാക്കിയ വിവരം അറിയിച്ചപ്പോഴാണ് ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റം ഇല്ലാതാകില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇതോടെ റീമ കല്ലിങ്ങലിനെതിരെയും കുറ്റം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പുതിയ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടി തുടർ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇതാണ് റീമ കല്ലിങ്ങലിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്ക്. വേറൊന്നുമല്ല, പണ്ട് ഈ കേസ് നടന്ന സമയത്ത് നടിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് റീമ കല്ലിങ്ങൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നടിയുടെ പേരൊന്ന് പരാമർശിച്ചപ്പോൾ കേസായി. പിന്നെ നടി തന്നെ എഴുതി ഒപ്പിട്ട് എനിക്ക് പരാതിയില്ല എന്നുള്ള രീതിയിൽ അപ്പം നൈസായിട്ട് അതിൽ നിന്ന് ഊരി പോകാനും സാധിച്ചു. ഇതാണ് റീമ കല്ലിങ്ങലിന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്ക്. ഇവൻ എന്തൊക്കെ വിളിച്ച് പറയണമെന്ന് അവന് പോലും അറിയത്തില്ല. ഇവനൊക്കെ എന്ത് മൊത്തങ്ങ പരിപാടിയാണോ എന്തോ കാണിക്കുന്നത്. ഇനി 7 വർഷം മുന്നേ ദിലീപ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത്. ഞാൻ അതൊന്ന് കൊടുക്കാം. ഒരു സിനിമ പോലെ സസ്പെൻസ് നിറഞ്ഞതായിരുന്നു ആലുവ പോലീസ് ക്ലബ്ബിലെ ദിലീപിന്റെയും നാദിർഷയുടെയും ചോദ്യം ചെയ്യൽ. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ദിലീപ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ ദിലീപിനെ ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള അഭ്യൂഹം ശക്തമായിരുന്നു. ആലുവയിലെ വീടിന് മുന്നിൽ മണിക്കൂറുകൾ കാത്തിരുന്ന മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ദിലീപ് എത്തിയത്. ചോദ്യം ചെയ്യലല്ല, താൻ നൽകിയ പരാതിയിൽ മൊഴിയെടുക്കുകയാണ്. മാധ്യമ വിചാരണയ്ക്ക് തന്നെ കിട്ടില്ലെന്നും ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഒരു കാര്യം തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസിനോടും കോടതിയോടൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കാരണം എന്നെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചുറ്റിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ സംസാരിക്കാനുള്ള, ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവേത് വളച്ചൊടിച്ചൊന്നും പറയരുത്. 12:30 ദിലീപും നാദിർഷയും ആലുവ പോലീസ് ക്ലബിലെത്തി. 2-3 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകും എന്ന് എല്ലാവരും കരുതിയ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. സൂപ്പർ താരത്തെ ചോദ്യം ചെയ്യുന്നതറിഞ്ഞ് ആരാധകരും ആളും പെരുകി. അമ്മയുടെ യോഗം തുടങ്ങുമെന്നറിയിച്ച വൈകിട്ട് 7 മണിക്ക് ദിലീപ് പുറത്തെത്തിയില്ല. രാത്രി 12 മണിയോടെ നടൻ സിദ്ദീഖും നാദിർഷയുടെ സഹോദരൻ സമദും പോലീസ് ക്ലബിലെത്തി. പക്ഷേ അകത്തുകടക്കാൻ ഇരുവർക്കും അനുമതിയുണ്ടായില്ല. പിന്നീട് സമദിനെ മാത്രം ക്ലബിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് 1:05 ദിലീപിനെയും നാദിർഷയെയും മടങ്ങാൻ. ഞാൻ 1-2 കാര്യം സൂചിപ്പിക്കുക. വേറൊന്നുമില്ല, ഇപ്പോൾ ഈ പൾസർ സുനി ഇറക്കിയതാണ് ഉള്ള കാര്യം പറയല്ല. ഒളി ക്യാമറ എല്ലാം ഒരു തേങ്ങയില്ല. ഇത് നല്ല പ്ലാൻഡ് സാധനമാണ്. ഇത് എന്തിനു വേണ്ടി ഇറക്കിയെന്ന് മാത്രം എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിന്റെ ഭാഗത്ത് ന്യായം എന്നുള്ള രീതിയിലും മതിയായ തെളിവുകൾ ഇല്ലാത്ത അടിസ്ഥാനത്തിൽ ദിലീപിനെ വെറുതെ വിടാനുള്ള ചാൻസും കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു നാടകം ഇറക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി മേ ബി ഇത് പറയുന്നത് സത്യമാണെങ്കിൽ ഓഫ് കോഴ്സ് തെളിയണം. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. മറിച്ചല്ലെങ്കിൽ ഈ നാടകം കളിക്കുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടണം. നടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നടിയെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവരനുഭവിച്ച ആ മെന്റൽ അവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അവർക്ക് നീതി കിട്ടണം. പകരം ഈ പൾസർ സുനിയെ പോലുള്ള പരനാറികൾ വന്നിട്ട് ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഇവനൊക്കെ ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇവൻ ആ നടിയെ ആക്രമിച്ചു എന്നുള്ളത് അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെ തുറന്ന് പുറത്ത് ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുന്ന എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവനൊക്കെ പിടിച്ച് ഇതിനു മുമ്പേ തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. പിന്നെ ദിലീപിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.